ഇത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ ഫ്രൈഡ് ചിക്കൻ ആണേ. സത്യം പറയാലോ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. ഇത് ശരിക്കും നമ്മൾ KFC ന്നും ചിക്കിങ്ങിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ അതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കിലോ ചിക്കനാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് അളവ് കുറച്ചെടുക്കാം. ഞാനിവിടെ ഫ്ലാറ്റിൽ എല്ലാവർക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അൽറൂബയുടെ ഫ്രൈഡ് ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. കാസർഗോഡുകാരനായിട്ടുള്ള മുനീർക്കയുടെയാണ് ഈ ഒരു പ്രോഡക്റ്റ്. അദ്ദേഹം 25 വർഷത്തിലധികമായിട്ട് ഫാസ്റ്റ് ഫുഡ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ആ ഒരു അനുഭവത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മസാലക്കൂട്ടാണിത്. എന്തെങ്കിലും കെമിക്കൽസോ ഫ്ലേവറിങ് ഏജൻസോ ഒന്നും ഇല്ലാണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു മസാലക്കൂട്ട്. അപ്പോൾ ഈ ഒരു മസാലപ്പൊടി ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഫ്രൈഡ് ചിക്കൻ എന്ന് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ 2.5 കിലോ ചിക്കനിലേക്ക് ഇത് ഒരു പാക്കറ്റ് കറക്റ്റ് അളവാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് അളവ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടിയുടെ അളവ് കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് പൊടി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷൻ നടത്തുകയാണെങ്കിലോ അതല്ലെങ്കിൽ കേറ്ററിംഗ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ 1 കിലോയുടെ മസാലപ്പൊടിയും അവൈലബിൾ ആണ്. ഏകദേശം 25 കിലോ ചിക്കനിലേക്ക് ആ ഒരു അളവ് മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും ആ മസാല എത്തുന്ന രീതിയിൽ തിരുമ്മിയെടുക്കണം. അതിനുശേഷം നമുക്കിത് 4 മുതൽ 6 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. 48 മണിക്കൂർ വരെ ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒരു കേടുമില്ലാണ്ട് ഇരുന്നോളുന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ഞാനിത് ട്രേയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്, അതിലേക്ക് വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി നമുക്കിത് ചില്ലറിലോട്ട് മാറ്റി വെക്കാം. ഇപ്പൊ ഇത് ഏകദേശം ഒരു രാത്രി മുഴുവൻ ചില്ലറിൽ ഇരിക്കുകയായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. ഇതിലേക്ക് 2 കിലോ മൈദയാണ് കണക്ക് പറയുന്നത്. അതെന്തിനാ ഇത്രയും കൂടുതൽ മൈദ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈയിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിനാണ്. എന്നാൽ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ നമ്മുടെ ഫ്രൈഡ് ചിക്കന് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മൈദയിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മൈദപ്പൊടിയിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മസാലയിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു സെറ്റിൽ എത്ര പീസാണോ ഫ്രൈ ചെയ്യുന്നത് അത്ര എണ്ണം നമുക്ക് ഈ പൊടിയിലേക്ക് എടുത്തിടാം. ഇനി ഈ ചിക്കൻ കഷ്ണങ്ങളിൽ നമ്മുടെ കൈ അധികം തട്ടിക്കാതെ ആ പൊടി ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞ് എടുക്കാം. ആദ്യത്തെ ലെയർ പൊടി തട്ടിയെടുത്ത ശേഷം നമ്മൾ ഇതിനെ നേരെ എടുത്ത് പച്ചവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വീണ്ടും നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഈ മാവിലേക്ക് തന്നെ വീണ്ടും ഇട്ട് കൊടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ കോട്ടിങ് വരുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ആ വെള്ളത്തിൽ നിന്ന് മുക്കിയെടുത്തു, വീണ്ടും ആ പൊടിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ കഷ്ണങ്ങളിലൊന്നും അധികം കൈ തട്ടിക്കാതെ കുടഞ്ഞ് ആ ഒരു പൊടി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുടഞ്ഞെടുക്കണം. അപ്പൊ നിങ്ങളുടെ പാത്രം ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു പീസൊക്കെ ഇട്ടിട്ട് ചെയ്യാം. അതല്ല 2-3 പീസൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയ പാത്രം എടുക്കുകയാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന തുടക്കക്കാരൊക്കെ ആണെങ്കിൽ 2 കിലോ മൈദപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ടാമത്തെ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പൊടി കുടഞ്ഞ് കളഞ്ഞ് ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത എണ്ണയുടെ അളവിനനുസരിച്ചും പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചും മാത്രമേ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവൂ. ഒരുപാട് കഷ്ണങ്ങൾ ഒരുമിച്ചിട്ട് കൊടുക്കരുത്. അങ്ങനെ ആവുമ്പം ഇത് ക്രിസ്പി ആയിട്ട് കിട്ടില്ല കേട്ടോ. നമ്മൾ ചിക്കൻ പീസസ് എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക. നല്ല ചൂടുള്ള എണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ആദ്യത്തെ 5 മിനിറ്റിന് ശേഷം നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ടോട്ടൽ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ചുമ്മാ KFC വാങ്ങി പൈസ കളയണ്ടല്ലോ.